നടനാവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് പിന്നീട് നടനായത്. പക്ഷെ ഇപ്പം ഡർബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ന്യൂകമേഴ്സ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്, പുതിയ ജനറേഷൻ. അപ്പൊ അവരൊന്നും എനിക്ക് തോന്നുന്നില്ല ഷൈൻ ചേട്ടൻ കഷ്ടപ്പെട്ടതിന്റെ പകുതി പോലും ഇനിയുള്ള ജനറേഷന് കഷ്ടപ്പെടേണ്ടി വരും. എല്ലാ ജനറേഷനും എല്ലാ ഈ ഡേ നൈറ്റ് തന്നെയല്ലേ, രാവിലെയാവും രാത്രിയാവും അല്ലേ? രാവിലെ 1 വയസ്സ് മുതൽ 1 by 1 ആയിട്ട് 10, 20, 15 അങ്ങനെയല്ലേ പോണം. എല്ലാവരും അതാത് വയസ്സിൽ അതാത് ദിവസങ്ങളിൽ എല്ലാവരും ഒരേ കഷ്ടപ്പാട് തന്നെയാണ് നടത്തണം അല്ലേ? കാലം മാറുന്നതനുസരിച്ച് കഷ്ടപ്പാട് മാറും. ഇപ്പോ ജനിച്ച കൊച്ച് ജനിച്ച കൊച്ചും അതേ ദിവസം അതേപോലെ തന്നെയല്ലേ പെരുമാറണേ? അല്ലെങ്കിൽ വന്ന വഴിക്കന്നെ അക്ഷരം അല്ലെങ്കിൽ ABCD എല്ലാവരും അമ്മ അങ്ങനെ അറിയണം. അത് കഴിഞ്ഞാൽ അവര് ഞെരങ്ങും, പിന്നെ മുട്ടും അഴിയും, പിന്നെ നടക്കില്ലേ? നിലവിലുള്ള മലയാളത്തിലെ ആക്ടേഴ്സിന് ഇൻഫ്ലുവൻസേഴ്സ് ഒരു ഞങ്ങളെ കൂടി പ്രചോദിപ്പിക്കുകയാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇൻഫ്ലുവൻസസ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭയങ്കര ശോകമാണ്. നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് ഇങ്ങനെ കാണുന്ന വീഡിയോ കണ്ട് നമ്മൾ തന്നെ മുരടിച്ചു പോകും. അഭിനയത്തിൽ ലാസ്റ്റ് എല്ലാം കൂടി ഒരു സംസാരമുണ്ട്. കാരണം അഭിനയത്തിന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ആമേൻ മുതൽ പറഞ്ഞു തുടങ്ങിയാൽ മതിയാവും. ആമേന് മുന്നേ നായകൻ ഞാൻ കണ്ടതിൽ വെച്ച് പുറത്തുനിന്ന് ഒരു ക്യാമറ വരുമ്പോ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഡയറക്ടർ കൂടിയാണ് സാധാരണ വർക്ക് ചെയ്യാൻ. പക്ഷെ വരാൻ പോകുന്ന അമുറ്റുകളുടെ കൂടെ മുന്നേ വർക്ക് ചെയ്ത് തുടങ്ങിയ മനസ്സിലാക്കണം. കാരണം ആമേൻ ചെയ്യുന്നൊരു വിജോ അങ്ങോട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അതുവരെ ചെയ്ത പടങ്ങളൊക്കെ ക്ലാസ് ആയിരുന്നെങ്കിലും പക്ഷെ അന്ന് ആമേൻ ചെയ്യാൻ പുള്ളി കൂടാതെ അല്ലേ? നമ്മളൊന്ന് അഭിനന്ദ ആമേൻ കണ്ട് നമ്മൾ വർണ്ണായങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ലക്ഷദ്വീപ് വരെ ഒന്ന് പോയാലോ എന്ന് വരെ പക്ഷെ അവിടെ ജയിലും തുറന്നിട്ടില്ല. ഇവിടുത്തെ പോലീസില്ല, മദ്യമില്ല, ലഹരികളൊന്നും ഇല്ലാന്ന് കേട്ടപ്പോൾ ഞാൻ അതേ നിർത്തി അവിടെ. അത് ഞാനോ ഇതായിരിക്കും ഇവിടുന്ന് അനങ്ങിയിട്ടില്ല. ലക്ഷദ്വീപിലേക്ക് അതിന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരും കൂട്ടാ ഈ ചേർന്നിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡബിൾ ബാരലാണ്. ഇനി പുള്ളി പറയട്ടെ കുറച്ച്. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ തിയേറ്റേഴ്സ് എല്ലാം ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഓരോ തിയേറ്റേഴ്സിലെ ജനുവൻ ഓഡിയൻസിന്റെ റെസ്പോൺസസ് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവർവെൽഡ് ആയത്. പല രീതിയിലും അറ്റാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ നേരിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഹൗസ്ഫുൾ ഷോസിനൊക്കെ അവർ വളരെയധികം ആക്സെപ്റ്റ് ചെയ്തിരുന്നു. ക്യാരക്ടർ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. നല്ലൊരു ക്യാമ്പസ് എൻ്റർടൈനർ അടിപ്പടമാണ് ഡർബി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടുതൽ ആൾക്കാരും ഷൈൻചേട്ടൻ്റെ ശരിയൊക്കെ വെച്ച് ഞങ്ങൾ ആക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും തുടക്കക്കാർ തന്നെയാണ്. ഞങ്ങളൊക്കെ കൂടുതലും 2-3 സിനിമയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമയാണ്, അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഈ സിനിമ പരിപാടിയൊക്കെ നേരത്തെ ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം കുറച്ചുകൾ ഈ കൊണ്ടോന്റെ സിനിമയുടെ പറയുക നടന്ന് ആദ്യം കിട്ടിയത് ഉജ്ജ്വലനായിരുന്നു, സ്മോർക്കായിരുന്നു. പക്ഷെ അതിനുശേഷം പ്രകടനത്തിലോട്ട് വന്നപ്പോൾ അതൊരു കോളേജ് പരിപാടി. അത് തീർത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡെർബിയിലോട്ട് വന്നത്. അതൊരു കോളേജ് പരിപാടി. ഒരുപാട് എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റുഡൻറ്റ് പരീക്ഷ എഴുതാ നമുക്ക് ഇഷ്ടമുള്ളത് നടക്കാൻ പറ്റുന്ന കോളേജ്. ഒരുപാട് എൻജോയ് ചെയ്ത പടമാണ്. പിന്നെ ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റിന്റെ കാര്യം. ഞാനും ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ചെയ്യണം, ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞില്ല, ഞാൻ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഈ പറഞ്ഞ ആദ്യത്തെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവ് കിട്ടി. പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ആൾക്കാർക്ക് പണം വർക്കായില്ല, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം എന്നുള്ള രീതിയിൽ നമ്മളതെല്ലാം ഓക്കെ മൈൻഡ് സെറ്റാക്കി. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജുകൾ വന്നു തുടങ്ങി. പിന്നെ ഇപ്പം നമ്മൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് പറയുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മളെല്ലാം ഒരു ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ച വരെ
പിന്നെ നമുക്ക് രണ്ടും കൽപ്പിച്ച് എല്ലാ തിയേറ്ററിലും പോയി ആൾക്കാരുടെ ജെന്യൂൻ റിവ്യൂസ് ഉണ്ട്, പടം കണ്ടവരുടെ ഇപ്പൊ ഡയറക്റ്റായിട്ട് നമ്മൾ പോയി സംസാരിക്കാണ്ടായി. അപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും. നമ്മള് റിലീസാണ്, പടം റിലീസായി. ഫസ്റ്റ് ഡേ ഭയങ്കര ഇടയ്ക്ക് ചെറിയ 1-2 നെഗറ്റീവ്സ് പരിപാടികളൊക്കെ വന്നു. നെഗറ്റീവ്സ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നല്ല വീഴ്ച. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ പടം എന്ന് പറയുന്നത് പക്ക ക്യാമ്പസ് പടമാണ്. 3 വർഷം നമ്മളൊരു ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് 3rd ഇയറിൽ ഇറങ്ങി പോകുന്നതാണ്. ഞാൻ കഥ പറയുന്ന സമയത്ത് പ്രൊഡ്യൂസറോട് പറയുന്നത്, സാർ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ആ രീതിയിലാണ് സിനിമയെ കാണുന്നത്. ഇപ്പൊ നാളെ ഇന്നത്തോടുകൂടി എക്സാം എല്ലാം തീരുകയാണ്. എക്സാമിന്റെ ബഹളമൊക്കെ തീർന്ന് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഡെർബി കലഹമാണ് തിയേറ്ററിൽ. എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, കോളേജ് ക്യാമ്പസിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, +2 കഴിഞ്ഞവരോട് പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രിക്ക് ഡെർബി പോയി ജോയിൻ ചെയ്യാം തിയേറ്ററിൽ പോയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ എല്ലാവരും പറയാനുള്ളത്, മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വീണ്ടും കോളേജ് നമ്മൾ തിയേറ്ററിൽ പോയി കാണാനുള്ളതാണ്. ഇത് നമ്മുടെ പ്രൊഡ്യൂസറാണ് മൻസൂർക്ക. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ഇല്ല. അപ്പോൾ ഒരു സിനിമ ഹിറ്റായാൽ മാത്രമാണ് അടുത്തൊരു പുതുമുഖ സംവിധായകന് ചാൻസ് ഉള്ളൂ. കാര്യം സാറിൻ്റെ അടുത്ത് ഒരുപാട് പുതുമുഖ സംവിധായകർ വരുന്നുണ്ട്. അപ്പൊ സാറിനെ നമ്മളൊരു പടം ഹിറ്റായില്ലെങ്കിൽ അത് ബ്രേക്ക് ഇവനായി കാണിച്ചു കൊടുക്കണം. അപ്പൊ അതാണ്, അതിന് വെറുതെ ഡിഗ്രേഡ് ചെയ്തിട്ട് പോകരുത്. അതുപോലെ തന്നെ ഇത് അഭിനന്ദ് രാമാനുജൻ എല്ലാ ഇന്റർവ്യൂവിലും നമ്മുടെ പിള്ളേർ പറയുന്ന പോലെ തന്നെ ഗുഡ് പടങ്ങളിൽ കഴിഞ്ഞതിന് ശേഷം വന്ന് ജോയിൻ ചെയ്യുന്ന നമ്മളെ പടത്തിലാണ്. അപ്പോൾ പുള്ളി ഇവിടെ ഉണ്ട്. പിന്നെ ജെറി നമ്മുടെ എഡിറ്ററാണ്. നമ്മുടെ പടത്തിന്റെ നമ്മുടെ ഷെഡോട് അസോസിയേറ്റ് ആയിരുന്ന ആളുടെ ഫസ്റ്റ് പടമാണ്. ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജെന്യൂൻ റിവ്യൂസ് വരുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ അമീനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വളരെ സന്തോഷമായി. സിനിമയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, പടം റിലീസ് ചെയ്തു. എല്ലാ തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ 3-ാമത്തെ ദിവസം ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് കണ്ട് നമ്മുടെ കൂടെ വലിയ ആളുകളും ഹൈടെക് ടെക്നീഷ്യൻസും ഹൈടെക് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാം പുതിയ ആളുകളെല്ലാം കൂടിയിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണിത്. ഇത് വളരെ നല്ല റെസ്പോൺസാണ്, നല്ല ഔട്ട്പുട്ട് വളരെ നല്ലതായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ നിസാര പ്രശ്നങ്ങളിപ്പോൾ നമ്മൾ പ്രസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സിനിമ എത്ര നന്നാക്കി എടുക്കുക എന്നതിനെ ആ കടമ്പകളൊക്കെ കഴിഞ്ഞ് നല്ലൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മളെ മുന്നിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് PR വർക്ക്സ് ആണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ടെൻഷനല്ല, നമ്മൾ റിലീസ് ആയി കഴിഞ്ഞാൽ പണിയായിരിക്കും. പക്ഷെ അവിടെ നിന്നാണ് പിന്നെ ഷാഹിദ് ഭായ് ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ പ്രൊഡ്യൂസറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അന്ന് വരുമ്പോ ഷാമിൽ വരുമ്പോ ഞാനും അല്ല, നമ്മള് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ഡെയിലി എല്ലാവരും പുതിയതാണ്. മമ്മൂക്കയും മോഹൻലാലും എല്ലാവരും പുതിയ ആൾക്കാരെ പോലെയാണ് ഇൻഡസ്ട്രിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ട്രൈ ചെയ്താലേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. കാരണം ഓരോ തിരയും പുതിയതല്ലേ. ആ ഓരോ തിരയും ബേസ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മള് 30,000 തിര കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരുന്നാലും വരുന്നത് നെക്സ്റ്റ് ന്യൂ തിര അല്ലേ? കടലിൽ പോണ വരെയായിട്ട് പറഞ്ഞു. നല്ലൊരു ക്രൂവിന്റെ കൂടെ നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അതിലുപരി എനിക്ക് നന്ദി പറയാനുള്ളത് ഓഡിയൻസിന്റെ അടുത്താണ്. കാരണം നമുക്കെതിരെ ഇത്രയും നെഗറ്റീവ്ലി വരുന്ന സമയത്ത് പോലും ഹൗസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ അവർ പോയി പടം കാണുന്ന ഓഡിയൻസിന് ഒത്തിരി നന്ദി. അതുപോലെ പടം കണ്ടവരാരും ഇതുവരെ നമുക്ക് കുറ്റമായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു വാഗ്ദാനങ്ങളും ഇല്ലാതെയാണ് ഈ സിനിമ കൊണ്ടുവന്നത്. അത് അതുപോലെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മെസ്സേജസ് വരുന്നത് കണ്ടവരാരും ഇതുവരെ അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുന്നവരെ നമ്മൾ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് കാണുന്നത്. കാര്യം എന്നാലാണ് നമുക്ക് ഇനി അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ അതെന്താ പോരായ്മകൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പടം കാണാതെ അതിനെപ്പറ്റി പറയുമ്പോൾ ഒത്തിരിയേറെ സങ്കടമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കണ്ട് എന്താണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറയുവാണെങ്കിൽ അതാണ് സന്തോഷം തരുന്നത്. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. Very happy to be here because
நான் வந்து அப்போ 2 படம் இருந்துச்சு. அப்போ வந்து ஐ கேம் டு மீட் சஜில். அப்போ ஜெரின் வந்து நான் முன்னாடி ஷமீரோட ஒர்க் பண்ணும்போது ஜெரினை வந்து தெரியும். ஜெரின் ஒன்லி கால் மீ ஃபார் திஸ் ஃபிலிம். செட் இந்த மாதிரி ஒரு காலேஜ் கேம்பஸ் படம் அப்படின்னு சொல்லி ஜெரினும் நசீரும் ஃபோன் பண்ணி கூப்பிட்டாங்க. கேம்பஸ் படமா இப்போ ஃபுல் படம் கேம்பஸ்லேயே இருக்கும். அப்படின்னா கேம்பஸில் லொக்கேஷன்லாம் பார்த்தாச்சு கேட்டால் வி ஆல்ரெடி saw the லொக்கேஷன் அப்படின்னாங்க. ஸோ தென் ஐ கேம் டவுன். ஸோ நான் வந்து சஜில மீட் பண்ண வந்தபோது லிஜோவோட அசிஸ்டன்ட் அவர். நான் லிஜோ கூட ஒர்க் பண்ணும்போது இல்லை. அதுக்கப்புறம் நான் லிஜோ கூட ஒர்க் பண்ண ஒரு ஸ்கூலில் படிச்சிருப்பாரு. ஸோ ஐ கேம் அண்ட் மெட் சஜில். தென் there was another film with a big director and a big hero. But after meeting Sajil, I wanted to do this film. Because Sajil எப்படின்னா சஜிலோட முன்னாடி படத்துல ஜெரின் வந்து அசோசியேட் எடிட்டர். He wanted to give Jerin a chance. So அந்த மாதிரி he had selected lot of people. He wanted to give lot of chances like how he had got a chance. So I wanted to work with this younger team. The day I met him, I understood this was his second film. But today I'll say he'll at least minimum do another 28 films in this industry. That is for sure.